അമ്പട അവന്മാർ ഞെക്കി പിടിച്ച് പിഴിയാണല്ലോ. എടാ മല്ലു പേപ്പർ, നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കഴിവുണ്ടോടാ? നീ എന്റെ മുന്നിൽ ഇങ്ങോട്ട് വാ. നീ ആദ്യം നീ രണ്ടാണോ എന്റെ മുന്നിൽ വാ. എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് കഞ്ചാവ് അടിച്ചാലൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പെൺകുട്ടി തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയാലോ അഭിനയിച്ചാലോ അത് വലിയ അപരാധമാണ്. ഭർത്താവായിരുന്ന കൊല്ലം സുധിയുടെ മരണശേഷം സോഷ്യൽ മീഡിയയിലെ എല്ലാ കണ്ണുകളും അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണുവിന് പിന്നാലെയാണ്. അവർ ചെയ്യുന്ന ജോലി, ധരിക്കുന്ന വസ്ത്രം, തീരുമാനം എന്നിങ്ങനെ ഇതെല്ലാം വിലയിരുത്തി എല്ലാ രീതിയിലും ഇവരെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുകയാണ്. ഭർത്താവ് മരിച്ചെന്ന് കരുതി രേണു ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ലെന്നും അവർക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതിൽ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും പറയുകയാണിപ്പോൾ റോബിനും ആരതിയും. രേണുസുതി ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പുള്ളിക്കാരി നിങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ പുള്ളിക്കാരിയുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അതിൽ എന്താണ് പ്രശ്നം? ഇത്രയും ബോഡി ഷേമിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മോഡലിംഗ് ഫീൽഡിൽ പ്രവർത്തിക്കുന്നയാളാണ് രേണു. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ. നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ് വലുത്. വേറെയും പല ജോലികൾ കിട്ടിയിട്ടും രേണു അതിനൊന്നും പോകാതെ മോഡലിംഗ് ചെയ്യുന്നുവെന്നൊക്കെ പല ന്യൂസുകളിലും കണ്ടു. അവർക്ക് ഇഷ്ടമുള്ളത് അവർ തീരുമാനിച്ച് ചെയ്യുന്നതിൽ കുറ്റമുള്ളതുപോലെ തോന്നുന്നില്ല. നല്ല വസ്ത്രം ധരിച്ച് ഒരുങ്ങി നടക്കാൻ താല്പര്യമുള്ളയാളാണ് ഞാൻ. അതുപോലെ ആയിരിക്കില്ലേ അവരും? അവർക്ക് ആ ഒരു ഫീൽഡിലായിരിക്കും താല്പര്യം. അതുകൊണ്ട് അവർ ആ പ്രൊഫഷൻ ചൂസ് ചെയ്തു. നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ. അതുപോലെ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന കലാകാരൻ്റെ ഭാര്യയെന്ന് കരുതിയോ പുള്ളിക്കാരൻ മരിച്ചുപോയെന്ന് കരുതിയോ രേണു ജീവിതകാലം മുഴുവനും അതോർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാരിക്ക് ഇനിയും ജീവിതമുണ്ട്. അവർക്ക് ഭർത്താവിൻ്റെ മരണത്തിൽ വിഷമമില്ലെന്ന് ആര് പറഞ്ഞു? തീർച്ചയായും അവർക്ക് വിഷമം കാണും. കോസ്റ്റ്യൂം ചെയ്തിട്ട് രേണുവിനെ ഫോട്ടോഷൂട്ടിട്ട് വിളിക്കണമെന്ന ആഗ്രഹം പൊടിക്കുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് നോക്കട്ടെ. ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്നതിലും ഭേദം എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതാണെന്ന് ഇരുവരും പറയുന്നു. ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ആളുകളാണ് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്നവരോട് എന്നും റെസ്പെക്റ്റാണ്. മാത്രമല്ല ഇത്തരമൊരു സിറ്റുവേഷനിൽ സ്ട്രഗിൾ ചെയ്ത് കയറി വന്നൊരാൾ കൂടിയാണ് രേണു. വിഷമമുണ്ടെന്ന് കരുതി എപ്പോഴും വിഷമിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. എല്ലാ കാര്യങ്ങളും പുറത്ത് പറഞ്ഞു നടക്കാനും കഴിയില്ല. അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് ജീവിക്കുന്നതിന് നമ്മൾ എന്തിനാണ്